മൂന്നര പതിറ്റാണ്ട് കാലം ഡൽഹിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സഗൂതം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മാധ്യമപ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിൻ്റെയോ ഒരു ഘട്ടത്തിൽ പോലും ഇതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നഗ്നമായി നിൽക്കുന്ന ഒരു രൂപം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം നോക്കുക. അതായത് പ്രതിപക്ഷം ബീഹാറിൽ ഒരു യാത്ര തുടങ്ങാൻ പോകുന്നു. ആ സമയം നോക്കി ഞായറാഴ്ച, എൻ്റെ അനുഭവത്തിൽ ഞായറാഴ്ച ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഒരു പത്രസമ്മേളനമായി വരുന്നു. നുണകളും അർദ്ധസത്യങ്ങളും വിളമ്പുന്നു. തങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്ത ഓരോ ചോദ്യത്തെയും അവർ ഒഴിവാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക് അതുവരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ പത്രസമ്മേളനത്തോടു കൂടി കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, അതിനേക്കാളും താഴ്ന്ന് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വാലായി മാറി എന്നുള്ള കാര്യം വ്യക്തമായി. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രാവിലെ ചേർന്നപ്പോൾ, ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു, പ്രതിപക്ഷത്തിനെതിരെ യുദ്ധാഹ്വാനം മുഴക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകണമെന്നുള്ള ഒരു ധാരണ വന്നത്. ഈ ഒരു സ്ഥിതിയിലേക്ക് പ്രതിപക്ഷത്തെ കൊണ്ടെത്തിക്കുകയായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ.